السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായ കാരണവന്മാരെ, രക്ഷിതാക്കളെ, പ്രിയങ്കരായ യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരെ, ശ്രോതാക്കളെ, ലോകനിയ സാധിക്കും. എന്നെക്കാൾ നിങ്ങൾക്കറിയാം മദ്ഹബിന്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ച്. അപ്പോ സാധാരണയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമാമുകളും ഇല്ല, മദ്ഹബും ഇല്ല, പിന്നെ എന്ത് ഇസ്ലാമാണ് അവരുടേത്? മുജാഹിദുകളുടെ മേൽ ആക്ഷേപവർഷം നടത്തുന്ന ആളുകൾ കാര്യമായി ഉന്നയിക്കപ്പെടാറുള്ളത് ഷാഫി ഇമാമിനെ പോലും പരിഗണിക്കാത്തവർ. നിരവധി ആരോപണങ്ങൾ അബൂ ഹനീഫ ഇമാം, മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ ഹംബൽ ഇവരൊന്നും പറഞ്ഞത് ഇവർക്ക് സ്വീകാര്യമല്ലത്രേ. വളരെ അപകടകാരികളാണ് മുജാഹിദുകൾ. മാത്രമല്ല, ഒരു കാലത്ത്, ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുക. കേരളത്തിലെ കാരണവന്മാർക്കെല്ലാം സുപരിചിതമായിരിക്കും മുത്തന്നൂര് പള്ളിക്കേസ്. മുത്തന്നൂരിലെ ഒരു സഹോദരൻ മുജാഹിദായി എന്നതിന്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നൂറുകണക്കിന് ആളുകൾ മയ്യത്ത് കട്ടിലിൽ വഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് എത്തുകയാണ്. പള്ളിയുടെ വരാന്തയിൽ മയ്യത്ത് വെക്കുന്നു. വെച്ച ആളുകൾ അതേ സ്പീഡിൽ തിരിച്ചു പോരുന്നു. മക്ബറയിലേക്ക് പോവാൻ അവർക്ക് സാധ്യമല്ല. അവരിങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ കൂടുതൽ വൈകാതെ മയ്യത്തും തിരിച്ചു വരിക. ഫിഖ്ഹിൽ ഒരു മസാല ഉണ്ട്, മയ്യത്ത് എണീറ്റ് കുളിച്ചാൽ എന്നതുപോലെ മുത്തന്നൂരില് മയ്യത്തും തിരിച്ചു വരിക. കൊണ്ടുപോയ ആളുകൾ
അവിടെ മറമാടാൻ സാധ്യമല്ലാതെ തിരിച്ചു പോന്നു. പിന്നെ വേറെ ആളുകൾ, പ്രതിരോധിക്കാനുള്ള ആളുകൾ മയ്യത്ത് കുടുംബത്തിലേക്ക് തന്നെ കൊടുത്തു. 6 ദിവസത്തോളം ആ മയ്യത്ത് ആ കുടുംബത്തിൽ വെക്കുകയാ. ഒരു മുസൽമാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അള്ളയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, പ്രവാചകൻ പറഞ്ഞ പ്രഖ്യാപനങ്ങളല്ലാത്ത മറ്റൊരു പ്രഖ്യാപനങ്ങളും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഫലമായി 6 ദിവസം ഒരു മുസൽമാന്റെ മയ്യത്ത് മറവ് ചെയ്യാതെ വെക്കുകയാണ്. ജീർണിക്കുകയാണ് മയ്യത്ത്. ആ കുടുംബത്തിലെ ആളുകൾ മാനസികമായി തകർന്ന് അവശരായിക്കൊണ്ടിരിക്കും. കരഞ്ഞ് അവരുടെ കണ്ണുനീര് വറ്റിപ്പോകുന്നു. എന്താ ഈ മയ്യത്തിനുള്ള ദോഷം? മുജാഹിദായി പോയി. മുജാഹിദുകൾ മുസ്ലിങ്ങളല്ല, അവർ കാഫിറുകളാണ് എന്നായിരുന്നു ഒരു കാലത്ത് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. കാഫിറിന്റെ മയ്യത്ത് മുസൽമാന്റെ മക്ബറയിൽ മറവ് ചെയ്യുന്നത് തെറ്റാണ്, ഞങ്ങൾ സമ്മതിക്കൂല എന്നായി. അവസാനം കോടതിയിൽ വാദം. CP അബൂബക്കർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്നു. അപ്പുറത്ത് ഇത് പ്രതിരോധിക്കാൻ നിന്ന ആളുകളുടെ അനിഷേധ്യന്മാരായ നേതാക്കന്മാരും കോടതിയിൽ. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിപക്ഷവും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന അനവധി വിഷയങ്ങൾ കോടതിയിൽ ചർച്ചയ്ക്ക് വെക്കപ്പെടുകയാണ്. മുഴുവൻ കാര്യങ്ങളും പ്രമാണബദ്ധിതമായി മുജാഹിദ് മൗലവിമാർ, പണ്ഡിതന്മാർ കോടതിയെ ധരിപ്പിക്കുകയാണ്. കോടതി മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണെന്ന് കോടതിക്ക് ബോധ്യമായപ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ വാക്കിന് കോടതി പരിഗണന നൽകുകയാണ്. അവസാനം എല്ലാ വാക്കുകളും എന്ത് തന്നെ തെളിവുകൾ